ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേരള സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ ചെയ്യാൻ പറ്റാതല്ല ചെയ്യാത്തില്ലാത്ത വികസന പദ്ധതികൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില പല കാര്യങ്ങളുണ്ടാകും. കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനമായി ഞാൻ ചെറിയ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് അറിവിലേക്ക് മാത്രമാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ആ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്ട് 16 ഇപ്രാവശ്യത്തെ പ്രസിഡന്റ് അഡ്രസ്സിൽ പോലും സംസാരിക്കുകയുണ്ടായി. 16 വരുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IIT എന്നാണ് പറയുന്നത്. ആ IIT ഉണ്ട്. അതിൽ നമുക്ക് കേരളത്തിലുള്ളത് അത് വലവൂര്, പാലായിക്കടുത്ത് വലവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് 50 ഏക്കർ സ്ഥലത്താണ്. ഇതൊരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം ലോക്സഭയിലേക്ക് വന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ സെർച്ച് ചെയ്തു എന്തൊക്കെയാണ് പുതിയ സ്ഥാപനങ്ങൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ സാധ്യതയുള്ളത്. അന്നൊന്നും IITകളില്ല. അതൊക്കെ IIT അത് ആ രീതി IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയായി മാത്രം ഏക്കർ വേണമെന്ന് പറഞ്ഞു. 50 ഏക്കർ കണ്ടുപിടിച്ചു. അതിൻ്റെ അക്വിസിഷൻ നടത്തി. അതിന് ആദ്യമേ പബ്ലിക് പാർട്ടിസിപ്പേഷൻ പറഞ്ഞു. 3 പേര് 6 കോടി രൂപ വീതം 3 സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കേണ്ടി വന്നു. 1.25 വർഷം എടുത്തു അങ്ങനെ ഒരു കക്ഷികളെ കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിന് സാങ്ഷനായതിനു ശേഷം 250 കോടി രൂപ മുടക്കി. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ജോസഫ് സെബാസ്റ്റ്യൻ തന്നെ അറേഞ്ച് ചെയ്ത അങ്ങനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിന് സാങ്ഷനായതിനു ശേഷം 250 കോടി രൂപ മുടക്കി. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് അങ്ങനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിന് സാങ്ഷനായതിനു ശേഷം 250 കോടി രൂപ മുടക്കി. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് അങ്ങനെ കണ്ടുമ്പോൾ ഈ അക്കാഡമിക്കിലൊക്കെ കുട്ടികളെ കൂടെ എടുക്കുമ്പോൾ 1800 കുട്ടികളാണ്. 1800 കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കിയുള്ള ഇൻ ഹൗസായി പഠിക്കുന്നു. മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടുത്തെ ഫാക്കൽറ്റി ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്തു നിന്നുള്ള അവരുടെ റിസർച്ചിനുള്ള ഗ്രാൻഡ് ഉൾപ്പെടെയുള്ളത് ലഭിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെൻറ്റ് നല്ലതെല്ലാം നെറ്റിനകത്തുണ്ട് കേട്ടോ. ഞാനീ പറയുന്നതൊന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് പോവുകയല്ല. കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെൻറ്റ് നടത്തിയപ്പോൾ അവിടെ പഠിച്ച കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ആദ്യത്തെ വർഷം 60 ലക്ഷം രൂപയാണ് ഒരു വർഷം സാലറി ആയിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടിയതാണ്. അവിടെ തന്നെ വലിയ റിസർച്ചുകൾ നടക്കുന്നു. പലരുമായിട്ട് ടൈപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള സംസ്ഥാനത്ത് ആന വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്ന ഇത് കണ്ടു. അന്നേരം ആ വിഷയങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെ പറഞ്ഞു ഈ നമ്മുടെ ബി എന്ന് പറഞ്ഞ തേനീച്ചയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ആന ഓടിപ്പോകും എന്നുള്ളത്. ആ തേനീച്ചയെ വളർത്തുകയല്ല വാസ്തവത്തിൽ, അതൊരു ഡെസിബൽ ആണ്, ഒരു സൗണ്ട് വേവ്സ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ. ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാജ്യസഭയിലെ തന്റെ ആദ്യ ടേം കാലാവധി തിങ്കളാഴ്ച അവസാനിക്കുമെന്നും ഒപ്പം ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ചത്.